സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനവും സിനിമാഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അവ്യക്തത തുടരുകയാണ്. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സിനിമാഭിനയം തുടരണമെന്ന ആവശ്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതിന് അനുകൂല മറുപടിയായിരുന്നു ലഭിച്ചതെന്നാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. എന്നാൽ മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച സൂചന സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഫിലിം ചേംബർ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവേ പുതിയ സിനിമയായ ഒറ്റക്കൊമ്പൻ ചിത്രീകരണം തുടങ്ങാൻ പോവുകയാണ് എന്നും താൻ അനുമതി തേടിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സിനിമയാണ് തന്റെ ജീവിതമെന്നും സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ താൻ രക്ഷപ്പെട്ടുവെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. ഈ പരാമർശം ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടാക്കിയിരിക്കുകയാണ്. സംസാരത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് പരാമർശിച്ചതും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. 22 സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കെട്ട് അമിത്ഷാ എടുത്തെറിഞ്ഞു എന്നൊക്കെയായിരുന്നു സുരേഷ് ഗോപി തള്ളിവിട്ടത്. എങ്കിലും തന്റെ അപേക്ഷ പരിഗണിക്കാനാണ് സാധ്യതയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ കേന്ദ്രമന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ താൻ രക്ഷപ്പെട്ടുവെന്നും തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ അവസരം നൽകിയില്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറുന്നത് സുരേഷ് ഗോപിയും ആലോചിക്കും എന്നാണ് വിവരം. അഭിനയിക്കണമെന്ന ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ നേതൃത്വം ഇനിയും അനുമതി നൽകിയിട്ടില്ല എന്നതാണ് സുരേഷ് ഗോപിയെയും അസ്വസ്ഥപ്പെടുത്തുന്നത്. അതേസമയം സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഭരണഘടനാ വിദഗ്ധർ പറയുന്നത്. മന്ത്രി പദവിയിലിരുന്ന പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുത് എന്നാണ് നിലവിലെ ചട്ടം. മന്ത്രിസ്ഥാനത്തിരുന്ന് സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാൻ നിയമ തടസ്സമുണ്ടെന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി പറഞ്ഞു. ചിദംബരം, കപിൽ സിബൽ തുടങ്ങി വളരെ സീനിയറായ അഭിഭാഷകർ പോലും മന്ത്രിമാരായിട്ടുണ്ടെന്നും എന്നാൽ മന്ത്രിമാരായിരിക്കുമ്പോൾ അവരാരും പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടില്ലെന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ബി.ജെ.പിക്ക് ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. അതിന്റെ പ്രതിഫലമെന്നോണം നേതൃത്വം താരത്തിന് സഹമന്ത്രി സ്ഥാനം നൽകുകയായിരുന്നു. നിലവിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം സഹമന്ത്രിയാണ് അദ്ദേഹം. അതേസമയം സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി ഈ അടുത്ത് ചില വിവാദങ്ങളും വന്നിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവെച്ച് കേന്ദ്രമന്ത്രിയും ബി.ജെ.പി നേതാവുമായ സുരേഷ് ഗോപി എത്തിയത് വലിയ വിവാദമായി. അണക്കെട്ടിന്റെ നിലവിലെ അവസ്ഥ ഭീതി പടർത്തുന്നതാണെന്നും ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്ന ചോദ്യവും മന്ത്രി ഉയർത്തുകയുണ്ടായി. കോടതിയെ ശാസ്ത്രീയമായി ബോധിപ്പിക്കണമെങ്കിൽ പോലും സാറ്റലൈറ്റ് സംവിധാനം വേണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം. നമുക്കിനിയും കണ്ണീരിൽ മുങ്ങിത്താഴാൻ ആവില്ലെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയിലൂടെ പ്രതികരണം ഉണ്ടായത്. എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായി തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ രംഗത്ത് വരികയായിരുന്നു. അണക്കെട്ടിന്റെ സുരക്ഷിതത്വം സംബന്ധിച്ച സുപ്രീം കോടതി വിധികൾ മനസ്സിലാക്കാതെയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തിയതെന്നാണ് TPCC അധ്യക്ഷൻ K. ശെൽവ പെരുന്തകൈ തുറന്നടിച്ചത്. ബി.ജെ.പി എംപിയുടെ പരാമർശത്തിൽ മോദി ഇടപെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കേരളവുമായുള്ള അന്തർ സംസ്ഥാന ബന്ധത്തിന് ഭീഷണിയാകുന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ അപലപനീയമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു.